മുംബൈ ഇന്ത്യൻസ് IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ മുൻപന്തിയിലുള്ള സംഘം. കപ്പ് നോക്കിയാലും കളിക്കാരെ നോക്കിയാലും ആരാധകരെ നോക്കിയാലും മറ്റുള്ളവരെക്കാൾ മുന്നിലുണ്ട് മുംബൈ. ആരാധകർ വൺ ഫാമിലി എന്ന് ടാഗ് ലൈൻ ഇട്ട് വിളിക്കുന്ന സംഘം. എന്നാൽ കുറച്ചു നാളായി വൺ ഫാമിലിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. വൺ ഫാമിലിയിൽ തന്നെ 4 കുടുംബങ്ങളുണ്ടെന്നും 4 ഭാഗത്താണെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ. ടീമിൻ്റെ മോശം പ്രകടനം തുടരുന്നതിനിടെയാണ് ഉടമ കൂടിയായ ആകാശ് അംബാനി ചെന്നൈക്കെതിരായ മത്സരത്തിനിടെ ദേഷ്യപ്പെട്ട് പുറത്തുപോയത്. ചർച്ച മാറുകയാണ്. അംബാനിക്കും വേണ്ടേ മുംബൈയെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു എൽ ക്ലാസിക്കോയാണ്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഗുജറാത്തിനെതിരായ വമ്പൻ ജയത്തോടെ മുംബൈ ചിത്രത്തിലേക്കെത്തിയെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ക്ലാസിക് പോരാട്ടത്തിനും അരങ്ങൊരുങ്ങിയത്. ചെന്നൈയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ മുംബൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാമായിരുന്നു. എന്നാൽ 103 റൺസിൻ്റെ നാണം കെട്ട തോൽവിയാണ് മുംബൈയെ കാത്തിരുന്നത്. IPL ചരിത്രത്തിൽ റണ്ണടിസ്ഥാനത്തിൽ മുംബൈയുടെ ഏറ്റവും വലിയ തോൽവി, അതും തങ്ങളുടെ കോട്ടയെന്ന് എക്കാലവും അഹങ്കരിക്കാവുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ. മുംബൈ വലിയ തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് 14-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് കൂടി പുറത്തായി നാണം കെട്ട തോൽവിയാകും ഇതെന്ന് ഉറപ്പായതോടെയാണ് ആകാശ് അംബാനി മൈതാനം വിട്ടത്. രോഷത്തോടെയാണ് അദ്ദേഹം സ്റ്റേഡിയം വിടുന്നത്. ഗാലറിയിലുണ്ടായിരുന്ന കാണികളോട് പോകാനും ആവശ്യപ്പെടുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പൊതുവെ വളരെ കൂളായാണ് ആകാശിനെയും നിത അംബാനിയെയുമെല്ലാം IPL സമയത്ത് കാണാറുള്ളത്. തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴുമെല്ലാം ടീം അംഗങ്ങളുമായി നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുമുള്ളത്. എന്നാൽ മത്സരം പൂർത്തിയാകും മുമ്പേ ആകാശ് അംബാനി മടങ്ങിയത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത്. ഇതുവരെ ഒരു കപ്പ് പോലും നേടിയിട്ടില്ലെങ്കിലും തോറ്റാലും ജയിച്ചാലും എല്ലാ മത്സരത്തിലും വന്ന് താരങ്ങളോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്ന പ്രീതി സിൻഡയെ കണ്ടുപിടിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലിയും ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങളെ ചൊല്ലിയുമെല്ലാം നിലവിൽ വലിയ വിമർശനങ്ങൾ മുംബൈക്കെതിരെയുണ്ട്. ടീമുടമ തന്നെ ഇത്തരത്തിൽ ദേഷ്യത്തോടെ മത്സരശേഷം ഇറങ്ങിപ്പോയത് വൻ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2024 സീസണിന് മുന്നോടിയായാണ് ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതു മുതൽ മുംബൈയിലെ ഐക്യം നഷ്ടപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 5 തവണ മുംബൈക്ക് കിരീടം നേടിക്കൊടുത്ത രോഹിത്തിനെ ഒരു കാരണവുമില്ലാതെയാണ് നായകസ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും സീനിയർ താരമായ ജസ്പ്രീത് ബുംറയുമെല്ലാം ഉണ്ടായിട്ടും ഹാർദിക്കിന് ക്യാപ്റ്റൻസി കൊടുത്തതിൽ വലിയ എതിർപ്പുകൾ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു.